നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യരെ, ഇത് സെക്സ് റാക്കറ്റോ സെക്സിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു വേദിയല്ല. ഇത് ഇൻഡിപെൻഡൻറ്റ് പൊളിറ്റിക്കൽ ഒബ്സർവേഷൻ, സ്വതന്ത്ര രാഷ്ട്രീയ നിരീക്ഷണമാണ്. അതൊരു മതിരിക്കാനൊന്നുണ്ടാവില്ല എന്ന് ആമുഖമായിട്ട് പറയുകയാണ് ഒരിക്കൽ കൂടി. ബഹുമാന്യരെ, പണ്ട് ഒരു പാൽക്കാരൻ്റെ പാൽ കൊണ്ട് അടുത്ത കടയിൽ കൊണ്ടുപോകുമ്പോൾ ഒരു ദിവസം അച്ഛന് സുഖമില്ല. അതുകൊണ്ട് മകൻ്റെ കയ്യിൽ 2 കുപ്പി പാൽ കൊടുത്തുവിട്ടു. കൊടുത്തുവിട്ടവനത്ത് ഇടക്ക് വെച്ച് ഒരു പാൻറ്റും ഷർട്ടും കിട്ട ആൾ വന്ന് ചോദിച്ചത് എന്താണ് പാലാണെന്ന് പറഞ്ഞു. ഇത് വന്നേക്കാൻ പറഞ്ഞ് 2 കുപ്പി പാലും വാങ്ങിച്ച് കാശ് റെഡി കൊടുത്തു. കാശ് കൊണ്ട് പയ്യൻ വീട്ടിൽ വന്നു. അപ്പോൾ അച്ഛനോട് പറഞ്ഞു, അച്ഛ പണ്ട് കടയിൽ കൊടുത്താൽ 2 ദിവസം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞാൽ വൈകിട്ട് കിട്ടുള്ളൂ, ഇത് പെട്ടെന്ന് കാശ് കിട്ടിയാണ്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, മോനെ ചതച്ചില്ലോ, എന്താ അത് ഫുഡ് ഇൻസ്പെക്ടറായിരുന്നു. ഫുഡ് ഇൻസ്പെക്ടർ വെച്ചാൽ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ടെസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് വെള്ളമൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ അത് വലിയ ശിക്ഷയാണല്ലോ. അപ്പോൾ ആ ആസ്വാദനത്തിന് വിലയില്ലാതെ പോയി. അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചെറിയൊരു ക്ഷീണം പറ്റിയപ്പോഴും, അല്ലെങ്കിൽ CPM നയിക്കുന്ന മുന്നണിക്ക് ചെറിയ ക്ഷീണം പറ്റിയപ്പോഴും ജയശങ്കർ വക്കീലെ പോലുള്ള വലതുപക്ഷം ഇടതുപക്ഷം നേരെ പക്ഷമൊക്കെ എന്തൊരു ആഹ്ലാദമാണ്. ഞങ്ങളെ സംബന്ധിച്ച് ആഹ്ലാദിക്കുന്ന വഴി കാണുന്നില്ല. കമ്മ്യൂണിസം നശിച്ചാൽ ഈ സംഘപരിവാറിൻ്റെ തെമ്മാടത്തിനൊക്കെ ഒരു പരിധിവരെ ചോദിച്ചത് ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. കിടക്കയുടെ അടി കൊണ്ടും അടി കൊടുത്തു. ഇപ്പോൾ അവർ കുറച്ച് മാറിയെങ്കിലും ഇപ്പോൾ അവർ മാറി. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പറയുന്നത്, ഇന്നൊരു നിഷ്പക്ഷ ചിന്തകൻ പറഞ്ഞു, വേറെ ആരുമല്ല, ശ്രീമാൻ പിണറായി വിജയൻ എത്രയും പെട്ടെന്ന് മുഖ്യമന്ത്രി സ്ഥാനത്ത് മാറി. വേറെ ആൾ ഇനിയുള്ള സമയം 4 മാസം ഇനിയുള്ള ഏതെങ്കിലും ജനകീയനായ ഒരാൾ നേതാവിനെ ഏൽപ്പിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ ഭരണം പോകുന്ന മാത്രമല്ല, പാർട്ടി തകർന്നു പോകും, തരിപ്പണമായി പോകും. അങ്ങനെ തകർന്ന് തരിപ്പണമായി പോകുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും ഇന്ത്യയിൽ പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് സാധിക്കില്ല. താങ്ങാൻ ആളുണ്ടെങ്കിൽ 10 ആൾ ക്ഷീണം കൂടുന്നു പറയും. അതുപോലെയാണ് മാർക്സിസ്റ്റ് പാർട്ടി എന്തൊക്കെ പറഞ്ഞാലും ചില അനീതിക്കെതിരെ, അത് ജാതിമതം നോക്കിയല്ല, അനീതിക്കെതിരെ പൊരുതുക എന്നുള്ള അവരുടെ ആത്യന്തികമായ ലക്ഷ്യമാണ്. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന വേറൊരു പ്രസ്ഥാനം ഇപ്പം കേരളത്തിൽ ശക്തിയായിട്ടുള്ള കോൺഗ്രസ് സാധിക്കുമോ? CPIക്ക് സാധിക്കുമോ? മുസ്ലിം ലീഗിന് സാധിക്കുമോ? സംഘപരിവാർ ശക്തിയായി വളർന്നു വരികയും കോൺഗ്രസ് ഉരുണ്ട് കളിക്കുമ്പോൾ, ലീഗൊക്കെ ഉരുണ്ട് കളിക്കുമ്പോൾ കിടന്ന് പയറ്റി തെളിച്ച് 100 കണക്കിന് സഖാക്കളുടെ ജീവൻ വളർത്തിയൊരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. അത് അഭിമാനം കൊണ്ട് പറയാം. ഒരു കാര്യം ഞാൻ കൂടി പറയാം, സഖാവിനെ കുറിച്ച് ഞങ്ങൾ അഭിമാനം കൊണ്ടൊരു കാര്യമുണ്ട്. മാറാട് സംഭവത്തിൽ ഈ അന്തോണിയും കുഞ്ഞാലിക്കുട്ടിയും കൂടി അവിടെ ചെന്ന് മാറാട്, അപ്പോൾ അവിടെ ഹിന്ദു ഐക്യവേദിയുടെ ആള് മുസ്ലിങ്ങൾക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞ് വിട്ടില്ല, തടഞ്ഞു നിർത്തി. അപ്പോൾ ഈ മണ്ടനെ അന്തോണി മതി എന്നാൽ കുഞ്ഞാലൊരു സാഹിബ് റെസ്റ്റ് ഹൗസ് ചെയ്യാൻ പിന്നെ എന്ത് ചെയ്യണം, കളിക്കാൻ പോവുക. റെസ്റ്റ് ചെയ്യുന്നുണ്ട്, റെസ്റ്റ് ഹൗസിലേക്ക് വിട്ടിട്ട് പുള്ളി ഒറ്റയ്ക്ക് പോയി, മണ്ടൻ. പിറ്റേ ദിവസം പിണറായി സഖാവും പിന്നെ VKC അഹമ്മദും ആ തൊഴിലാളി നേതാവുണ്ട് ഇളവനും കരിയും ചെന്നു. അപ്പോഴും ഈ കുമ്മൻ രാജശേഖരൻ വട്ടം പിടിച്ച് കടക്കട എന്ന് പറഞ്ഞിട്ട് തട്ടി മാറ്റി അവർ 3 കൊണ്ട് അകത്ത് പോയി. അങ്ങനെ ധീരനായ ഒരു പിണറായി ഉണ്ട്, അത് കാണാതെ പോകരുത്. പക്ഷേ ഗതികേട് കൊണ്ടോ മക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയോ സ്വയം രക്ഷപ്പെടിക്കാൻ വേണ്ടിയോ BJPയുടെ ആപ്പിൽ പെട്ടുപോയി, സംഘപരിവാറിൻ്റെ ആപ്പിൽ പെട്ടുപോയി, പ്രത്യേകം മോഡിജിയുടെയും അമിത്ഷായുടെയൊക്കെ ആപ്പിൽ പെട്ടുപോയി. അങ്ങനെ അദ്ദേഹം നിസ്സഹായനായിപ്പോയി. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? അതിന് വില കൊടുക്കേണ്ടത് ഒരു രാജ്യത്ത് പ്രധാനപ്പെട്ട പാർട്ടിയാണ്. അനീതിക്കും അഴിമതിക്കും അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും പൊരുതേണ്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPM. അതാണ് തകർന്നു പോകുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും സ്നേഹമുണ്ട് രാജ്യത്തോടും പാർട്ടിയോടും ഉണ്ടെങ്കിൽ സഖാക്കളിൽ കുറേ നേതാക്കൾ അദ്ദേഹത്തെ നല്ല വാക്ക് പറഞ്ഞ് മാറി നിൽക്കാൻ പറയണം.
അല്ലെങ്കിൽ സ്വയം അദ്ദേഹം മാറണം. ഇനിയുള്ള നിമിഷങ്ങളിൽ അറ്റേർലിയസ്റ്റ് എൻ്റെ ഈ ശബ്ദങ്ങൾ ഈ സമയം തന്നെ അദ്ദേഹം മാറാൻ തന്നെ കുറച്ച് ആശ്വാസമാണ്. അല്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ നാറി നശിച്ചു പോകും. പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും ഉണ്ടായതിനേക്കാൾ കഷ്ടമാവും. കാരണം നെഹ്റു പറഞ്ഞ് വിദ്യാഭ്യാസം ഉള്ളവൻ്റെ വർഗീയത വിദ്യാഭ്യാസം ഇല്ലാത്തവൻ്റെ വർഗീയതയേക്കാൾ ഭയാനകമാണ്. കാരണം അവനും ബോധോദയമുള്ളവരാ. മറ്റ് വർഗീയത മറ്റാരും ഉപദേശിക്കുമ്പോൾ അത് കേട്ട് മാറുകയും ചെയ്യും, അത് നിൽക്കുകയും ചെയ്യും, തുടങ്ങുകയും ചെയ്യും. പക്ഷെ വിദ്യാഭ്യാസമുള്ളതെല്ലാം അവൻ മറ്റാരും പറഞ്ഞ കേൾക്കില്ല, സ്വയം മാറില്ലെങ്കിലോ. അതുപോലെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നശിച്ചാൽ അത് വലിയ നഷ്ടമായിരിക്കും. കൽക്കട്ടയിൽ പോലും അല്ലെങ്കിൽ ത്രിപുരയിൽ പോലില്ല. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇനിയെങ്കിലും ചിന്താശക്തി നശിച്ചിട്ടില്ലാത്ത നേതാക്കളുണ്ട്. അവർ രാജ്യസ്നേഹമാണ്, രാജ്യത്തോട് സ്നേഹം, പാർട്ടിയുടെ സ്നേഹം, ഇവിടെ പ്രത്യേകിച്ച് ഇവിടുത്തെ വിശിഷ്ട ന്യൂനപക്ഷങ്ങളുടെ സ്നേഹമുള്ളവരാണെങ്കിൽ പിണറായി സഖാവിനെ എത്രയും പെട്ടെന്ന് മാറി നിൽക്കാൻ പറയുന്നതാണ് ഉചിതമെന്ന് ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ പറഞ്ഞു. അത് എൻ്റെ ദൃഷ്ടിയിലോ ഞങ്ങളുടെ ഗ്രൂപ്പും ഏതാണ്ട് അതുപോലെ തന്നെ പറയുന്നത്. രാഹുലിനോ പിന്നെ പിണറായി സഖാവിനൊക്കെ മാറിക്കെന്ന് പറയാനുള്ള ശക്തി ഞങ്ങൾക്കില്ല, അത് ഞങ്ങൾ പറയുന്നില്ല. അങ്ങനെയാണ് ആ നിരീക്ഷകൻ പറഞ്ഞത്. അത് ഞങ്ങളോട് പറയുന്നു മാത്രമേ ഉള്ളൂ. ഇനി മറ്റൊന്ന്, ഒട്ടിഘോഷിച്ചു വരുന്ന ബി ജെ പി എല്ലാം ആയുധമൊക്കെ ജയശങ്കർ വക്കീലും ഒക്കെ പറയുന്നുണ്ട് ഇനി അടുത്ത് BJP കളിയായിരിക്കുമെന്ന്. എൻ്റെ ജയശങ്കർ വക്കീലെ, അങ്ങനെയൊക്കെ ഉപദേശിക്കും മാത്രം വലിപ്പമില്ലെന്ന് ഞാൻ അന്നും ഇന്നും പറയണം. കാരണം എത്രയോ വലിയ മനുഷ്യ എല്ലാം നിലക്കും, ഞാനൊക്കെ വെറും താഴെ കിടക്കുന്നത്. പക്ഷെ കഴിഞ്ഞ സുരേന്ദ്രൻ്റെ കാലത്ത് കിട്ടിയ വോട്ടേക്കാൾ 4%, 5% കുറവാണ്. ഇപ്പം 15% കിട്ടുള്ളൂ. ഇത്തവണ കഴിഞ്ഞ പ്രാവശ്യം 20% ഉണ്ടായിരുന്നു. 5% വോട്ടാണ് ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ BJP കുറഞ്ഞിരിക്കുന്നത്. ഈ ട്രിവാൻഡ്രത്ത് ജയിച്ച മണ്ഡലങ്ങളിലെ 50, 100, 200 വോട്ടിനൊക്കെയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും അതിൽ നിന്ന് നയിക്കുന്ന നേതാക്കൾ അപാര വിഡ്ഢികളായിപ്പോയി. അല്ലെങ്കിൽ കെ മുരളീധരനാണല്ലോ തിരുവനന്തപുരത്ത് ചെന്ന് ഞാനിപ്പോൾ എല്ലാം നേടാമെന്ന് പറഞ്ഞു പോയത്. ഇപ്പോൾ ഇന്നൊരുത്തൻ പറയാണ് കെ മുരളീധരനൊക്കെ BJPയുടെ ചാരന്മാരാണെന്നാണ്. ആ പറയുന്ന അവൾ മുഴുവൻ അംഗീകരിക്കേണ്ട, പക്ഷേ അങ്ങനെ ചിന്തിക്കുന്ന അവസരമില്ലേ. കെ മുരളീധരൻ്റെ അശ്രാദ്ധ പരിശ്രമപരമായിട്ടാണ് 9 സീറ്റുകൾ കൂടുതൽ കിട്ടിയത്. ആ കുറ്റ കാരണമാണ് BJPയോട് പ്രതിയാക്കി വന്നത്. ആ 9 സീറ്റ് കൂടുതൽ പിടിക്കാൻ വേണ്ടി അല്ല ഭരണം കിട്ടില്ലെന്ന് അറിയാം. ഏത് കുഞ്ഞിനും ഏത് വീട്ടിൽ ശിരോമണിക്കും അറിയാം തിരുവനന്തപുരം പിടിക്കാൻ പറ്റില്ല എന്ന്. എന്തുകൊണ്ട് പിടിക്കാൻ പറ്റില്ല? ആ 10 സീറ്റാണ് ഉള്ളത്. 50 സീറ്റുണ്ട്. ബാക്കി 40 സീറ്റ് പിടിക്കുകയും ചെയ്യണം, ഈ 10 സീറ്റ് നിലനിർത്തുകയും ചെയ്യണം. അപ്പോൾ മൊത്തത്തിൽ 50 സീറ്റ് പിടിക്കണം. 51 സീറ്റ് നിന്ന് ഒറ്റക്ക് നിന്ന് ഒരു പാർട്ടിക്ക് ഇത് കേരളത്തിൽ പിടിക്കാൻ പറ്റില്ല. ഈ കോർപ്പറേഷനിൽ ട്രിവാൻഡ്രം കോർപ്പറേഷൻ പിടിക്കാൻ പറ്റില്ല. അപ്പോൾ എന്താ വേണ്ടത്? അവിടെ ബുദ്ധി ഉപയോഗിച്ചില്ല. ഇത് പാലക്കാടും തിരുവനന്തപുരത്തും അതിശേഷം ഈ മണ്ടന്മാർ കിടന്ന് ഞെളിവിരി കൊള്ളുന്നുണ്ട്. ഒരു സ്വന്തം വീട്ടിലൊക്കെ മാറാതിരിക്കുന്നുണ്ട്. BJP അമിത്ഷായി സമ്മതിക്കുമോ? ഞാനൊരു ഗോവയിൽ ഏറ്റവും വലിയ കക്ഷി കോൺഗ്രസ് ആയത് 14 സീറ്റ് വെച്ചിട്ടുണ്ട്. BJPക്ക് 11-9 സീറ്റ് ഉണ്ടായത്. എന്നിട്ട് അവിടെ മന്ത്രിസഭ രൂപീകരിക്കാൻ വേണ്ടി ഇന്നത്തെ KC വേണുഗോപാൽജിയും ഒരു പഞ്ചാബ് സിംഗിനെയും കൂടി വിട്ടില്ലോ നെഹ്റു, സോണിയാഗാന്ധി. അവരോട് ചെന്ന് ഭക്ഷണം കഴിച്ച് ഗോവയിൽ ചില പ്രത്യേക സൗകര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണല്ലോ, എല്ലാവരും പോകുന്നതാണല്ലോ. അതെല്ലാം കഴിഞ്ഞ് ഫോട്ടോ ഇട്ട് കഴിഞ്ഞിട്ട് 11 മണിയായെന്ന് പറഞ്ഞാൽ ഈ ഹാങ് മാറി 11 മണിയായി ഒരു ചൂട് കാപ്പിയും കുടിച്ചല്ലോ. രാത്രി അമിത്ഷാ വന്ന് മന്ത്രിസഭ രൂപീകരിച്ച് പോയി. പോയ വഴിക്ക് 2 പേര് ഗസ്റ്റ് ഹൗസിൽ വന്ന് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അവിടെ കൊടുത്താൽ 5 കോടി രൂപ കൊടുത്തു പറയണ്ട, ശരിയായിട്ട് എനിക്കറിയില്ല. അപ്പം നമ്മുടെ നേതാക്കൾക്ക് അത്രയ്ക്ക് ദീർഘവീക്ഷമുള്ളൂ. നിങ്ങൾ BJP കുറ്റം പറയും, സംഘപരിവാരം കുറ്റം പറയും, അതൊന്നും കാര്യമില്ല. അവർ സ്വന്തം ജീവനോട് വില കൽപ്പിക്കാതെ പ്രസ്ഥാനത്ത് വളർത്താൻ നോക്കുന്നുണ്ട്. അങ്ങനെ നോക്കുന്ന ഏതിൽ പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്ന പോലെ ഇന്ന് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും അധികാരമാണ്. അല്ലെങ്കിൽ 7ഓളം ലോക്കൽ സെക്രട്ടറിയോ അല്ലെങ്കിൽ അവർ മത്സരത്തിനിറങ്ങി. അപ്പോൾ അവർക്ക് അധികാരം വേണ്ടത്. മുഖ്യമന്ത്രി ആരാണെന്ന് തീരുമാനിക്കുന്നത് കേരളത്തിലാണെങ്കിൽ UDFൻ്റെ ആണെങ്കിൽ കോൺഗ്രസ് KPC പ്രസിഡൻ്റാണ്. അപ്പം മുഖ്യമന്ത്രിയേക്കാൾ അധികാരമുള്ള ആർക്കാണ്? KPC പ്രസിഡൻ്റാണ്. കാരണം കിങ് ഓഫ് കിങ് ആണ്.
കിങ്ങിനെ നിയമിക്കുന്ന ആളാണ് മുഖ്യമന്ത്രി, ഈ KPC പ്രസിഡന്റ്. അവർ LDF-ലെ സെക്രട്ടറിയാണ് ആര് മുഖ്യമന്ത്രി തീരുമാനിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ പാണക്കാട് തങ്ങൾ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആയിട്ടില്ല, പക്ഷെ അദ്ദേഹമാണ് ആര് മന്ത്രിയാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ കിങ്ങോ കിമ്മ അവരൊക്കെ അങ്ങനെയുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ സമയത്ത് മത്സരിച്ച് ജയിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അധികാരമോഹമല്ലേ. അങ്ങനെ അധികാരമോഹമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഇന്നത്തെ ചോട്ടാ നേതാക്കൾ, നിർഗുണരായ നേതാക്കൾ, പണ്ടൊക്കെ നിർഗുണരില്ല, നിർഭയമുള്ളവരായിരുന്നു. ഇന്നിപ്പോൾ ഭയമുള്ള നേതാക്കൾ, നിർഗുണ നേതാക്കളൊക്കെ അങ്ങനെ അധികാരം പോകുന്നത്, അങ്ങനെ നശിപ്പിച്ചു കളഞ്ഞു. പക്ഷെ ഞങ്ങളീ പറയുന്നു, അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ ചിരിക്കുക പറയുന്നു, അത് ആപത്താണ്. CPM-ൻ്റെ ഒന്നും ശക്തി പറയാൻ പാടില്ല. കേരളത്തിലേക്ക് ശക്തി നിൽക്കണം. ആരാടാന്ന് ചോദിച്ചാൽ എന്താണ് ചോദിക്കാനുള്ള, ഏതാണ്ട് അപൂർവം ചില പാർട്ടികൾ ഒന്നാണ് CPM. ഇവിടെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളൊക്കെ DYFI പോലെയുള്ള സഖാക്കൾ 100 കണക്ക് ജീവൻ കൊടുത്ത് നേടിയിട്ടുണ്ട്. അതൊക്കെ ഒരു 2000 മുമ്പ് വരും. 2000 ശേഷം അതമ്പതിച്ചു പോയി. 2014 ശേഷം വീണ്ടും അതമ്പതിച്ച് ഇപ്പോൾ മോഡിയൊക്കെ വന്ന ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിണറായി സഖാവ് ഭരണപക്ഷം അദ്ദേഹത്തെ ഏറ്റെടുത്ത്, പിന്നെ പാർട്ടി പക്ഷം അവരെടുത്ത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംബന്ധിച്ച് മുഖ്യമന്ത്രിയേക്കാൾ പദവി പാർട്ടി സെക്രട്ടറിക്കാണ്. അത് ഞാൻ ഉപദേശിക്കണ്ടല്ലോ, ഞങ്ങൾ ഉപദേശിക്കണം, നിങ്ങൾക്ക് അറിയാമല്ലോ. ആ സ്ഥാനത്താണ് പാർട്ടി സെക്രട്ടറിയെ മിണ്ടാതെയാക്കി മുഖ്യമന്ത്രി വന്ന് തന്നെ. അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും സഖാവ് പിണറായി ആയിരുന്നു സെക്രട്ടറി. ആ പിണറായി സഖാവ് അച്യുതാനന്ദനെ പിന്നെ തുണി കൊടുത്ത് ഉടക്കാൻ ചോദിച്ചിട്ടില്ല, അത്ര നിയന്ത്രണമായിരുന്നു. മുഖ്യമന്ത്രി പിണറായി ആയപ്പോഴും ആ സെക്രട്ടറിക്ക് തുണി കൊടുക്കാൻ ഇത് കൊടുത്തില്ല. ഇതൊക്കെ ഞാൻ പറയുന്നില്ല, ഇവിടെ നിഷ്പക്ഷവാദികൾ പറയുന്നതാ. പവർ നല്ലതാണ്, തെറ്റൊന്നുമില്ല, പവർ വേണം. ഞാൻ അതാണ് മാറാട് ഉദാഹരണം പറഞ്ഞത്. നമുക്ക് അന്ധമായ വിരോധമില്ല, അന്ധമായ സ്നേഹവുമില്ല. പ്രശ്നാധിഷ്ഠിതമാണ്. അത് ദൈവമാണെങ്കിൽ പോലും, അല്ലെങ്കിൽ അച്ഛനാണെങ്കിൽ പോലും നമ്മൾ നോക്കുന്നതാണ്. പ്രശ്നാധിഷ്ഠിതമാണ്. ആ പ്രശ്നത്തിൽ സത്യം ഏത്, നീതിയത്, അതാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ അവസ്ഥ അത് ഇന്ത്യയിൽ. അല്ലെങ്കിൽ ഞാൻ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബേബിയൊക്കെ അല്ലേ ഇപ്പോൾ ഡൽഹിയിൽ, ഞാൻ പറയുന്നത് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും വ്യത്യസ്ത രൂപങ്ങളിൽ നിന്ന് മത്സരിച്ചാൽ അതിൽ നേട്ടം കൊയ്യുന്നത് അല്ലെങ്കിൽ കിട്ടുന്നത് ലഭിക്കുന്ന ആരാണ്? BJP എന്ന് ഏത് കൊച്ചറിയാൻ പാടത്ത്? ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ് ഉപദേശിച്ചോ നിങ്ങളങ്ങനെ ചെയ്യിലിട്ടുന്നു? അവിടെയും കള്ളത്തരാണ്. അതായത് ആം ആദ്മി പാർട്ടിയെയും കോൺഗ്രസിനെയും കോടികൾ കൊടുത്ത് വിലക്കെടുത്താണ് ആ BJP അവിടെ അധികാരം കിട്ടാൻ വേണ്ടി. രാഷ്ട്രീയ കളി പാവപ്പെട്ട ജനങ്ങൾക്ക് വോട്ട് ചെല്ലതാ, അതിന് അടിയൊഴുക്കറിയാവോ? വെള്ളിമൂങ്ങയൊക്കെ പറഞ്ഞ സാധാരണ രാഷ്ട്രീയം നടക്കുന്നതിൻ്റെ 10,000 അംശം മാത്രമേ വെള്ളിമൂങ്ങ പറയുന്നത്. അല്ലെങ്കിൽ ബോംബെയിൽ അതോ ലോകത്തെ കുറിച്ച് പറയാൻ വേണ്ടല്ലോ. സിനിമ കാണുന്ന അതോ ലോകമൊക്കെ അവിടെയുള്ള അതോൻ്റെ 1000 അംശം പോലും ഇല്ല. അത് എത്ര ഭയാനകമാണ് അതോ ലോകം. അപ്പോൾ സിനിമയിൽ കാണുന്നതൊക്കെ അതിൻ്റെ ഒരു മേഖല വെറും ഐസ് കട്ട മാത്രമാണ്, പോർഷൻ ഓഫ് ഐസാണ്. മറ്റ് സത്യമല്ല, അതിനേക്കാൾ ഭയാനകമാണ്. മറ്റ് അഭിനയമാണ്. ഇത് ഒറിജിനലുള്ള ശക്തിയുള്ളു. അങ്ങ് നിൽക്കുമ്പോൾ BJP എല്ലാം വിലക്കെടുക്കും, എടുത്തു കഴിഞ്ഞു. കാരണം പണം, മീഡിയം, മാഫിയും എല്ലാം അവരുടെ കയ്യിലുണ്ട്. പിന്നെ ലക്ഷക്കണക്കിന് ആത്മാർത്ഥമുള്ള സ്വന്തം ജീവനേക്കാൾ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന അനുഭാവികളും അനുയായികളും. പിന്നെന്ത് വേണം? കോൺഗ്രസ് എടുത്തും ഇതൊരു കാലത്ത് പണ്ട് ഇതൊക്കെ കോൺഗ്രസ് ഉണ്ടായിരുന്നു, പക്ഷെ ഇത്രയും ശക്തമായതില്ല. കോൺഗ്രസ് ഉണ്ടെങ്കിലും അത് പാർട്ടി ലെവലായിരുന്നു. ഇത് BJP വരുമ്പോൾ അത് ജാതീയമായി വരുന്നത്, അത് അപകടമാണ്. കോൺഗ്രസ് പാർട്ടി ലെവൽ പറയുമ്പോൾ ഇന്ദിരാഗാന്ധി പാർട്ടി ലെവലായിരുന്നു, അല്ലെങ്കിൽ ജാതി ലെവലായിരുന്നു. അവസാനം സ്നേഹം കാണിച്ചു. ഇതല്ല, പാർട്ടി ലെവലല്ല, സംഘപരിവാർ പറയുന്നത് ജാതി ലെവൽ പറഞ്ഞു. അതാണ് അപകടം. അതിന് പരിഹാരം കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പം അറിയാമല്ലോ, കോൺഗ്രസ് മത്സരിച്ച BJP ജയിച്ച തിരുവനന്തപുരത്തെ പല ഡിവിഷനുകളിലും 3ാം സ്ഥാനത്ത് കോൺഗ്രസ് പോയിട്ടുണ്ടെന്നാണ്. അതിൽ കോൺഗ്രസ് ജയിച്ച പല മണ്ഡലം ഡിവിഷനുകളിലും BJP 3ാം സ്ഥാനത്ത് പോയിട്ടാണ്. അപ്പോൾ ചില ഉരുണ്ടിലേക്ക് ഇല്ലേ? അപ്പോൾ നമ്മൾ അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരോധം, അന്ധമായ കോൺഗ്രസ് സ്നേഹമോ, അല്ലെങ്കിൽ അന്ധമായ കോൺഗ്രസ് വിരോധം, അന്ധമായ കമ്മ്യൂണിസ്റ്റ് സ്നേഹം അല്ല പറയുന്നത്. യാഥാർത്ഥ്യമാണ്. ഇത് നിഷ്പക്ഷമാണ്. ഇൻഡിപെൻഡൻറ്റ് പൊളിറ്റിക്കൽ ഒബ്സർവേഷൻ എന്നാണ്. സ്വതന്ത്ര രാഷ്ട്രീയ നിരീക്ഷണമാണ്. അത് ഒരു പക്ഷം പിടിക്കില്ല. 100% പ്യുവറാണ്. 916 എന്ന് പറയും പോലെ. ഇതൊക്കെയാണ് യാഥാർത്ഥ്യങ്ങൾ. പക്ഷേ ഈ യാഥാർത്ഥ്യങ്ങൾ പാവപ്പെട്ട ജനങ്ങൾക്ക് എത്ര പേർക്കറിയാം? ഞാൻ രണ്ട് കാര്യം സൂചിപ്പിക്കാൻ എടുക്ക് പരസ്യമല്ലത്. ഒന്ന്,
റോസ് ഗാർഡ് കാർഡ് എന്നോടുണ്ട് പ്രധാനമന്ത്രിയുടെ ഒക്കെ ഈ പാവപ്പെട്ടി കൊടുക്കുന്നത്. അതിട്ട് 10 വർഷം മുമ്പ് കൊടുത്തു കഴിയുമ്പോൾ ആർക്ക് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് കുറേ അധികം ആൾക്കാർ എന്നെ കണ്ട് ഫോണിൽ കൂടി മെസ്സേജ് നേരിട്ട് പറഞ്ഞിട്ട് ഇന്ന് രാവിലെ കൂടി ഒരാൾ നേരിട്ട് പറഞ്ഞു, അതിനും ഫോണിൽ പറഞ്ഞിട്ട് അവിടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഓഫീസിനോട് റിക്വസ്റ്റ് ചെയ്യുകയാണ് അത് പുനഃസ്ഥാപിക്കണം. അങ്ങനെ അർഹതയുള്ള സാധുക്കൾക്ക് ആ കാർഡ് കൊടുക്കണം. അത് കൊടുക്കാത്തതിൻ്റെ പേരിൽ മെഡിക്കൽ സർക്കാർ ഹോസ്പിറ്റലിൽ എല്ലാ സൗകര്യവും ഇല്ലല്ലോ, കിട്ടില്ലല്ലോ. ബാക്കി സ്വകാര്യ ഹോസ്പിറ്റലിൽ നമ്മൾ ലക്ഷങ്ങൾ കൊടുക്കേണ്ടി വരും. അത് സാധിക്കില്ല, വളരെ കഷ്ടത്തിലാണ്. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോട് ഒരു വിനീതമായ ഒരു അഭ്യർത്ഥനയാണ്, അങ്ങനെ ആ നിർത്തിവച്ചിരിക്കുന്ന ആ കാർഡ് ഒന്ന് വിതരണം ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക. മറ്റൊന്ന്, സ്വന്തം കിടപ്പോടം സുഹൃത്തുക്കൾക്ക് വേണ്ടി പണയം കൊടുക്കുന്നു, ജാമ്യം കൊടുക്കുന്നു. എൻ്റെ പൊന്ന് സഹോദരങ്ങളെ, ഇന്നിപ്പോൾ ഒരു അമ്മയും മോനും, ഈ 19 വയസ്സുള്ള മോനും 46 വയസ്സുള്ള അമ്മയുടെ ഭർത്താവ് അല്ലെങ്കിൽ അച്ഛൻ വർഷകാലം ഗൾഫിലാണ്. ഒരു മോനുള്ളത് എറണാകുളത്ത് പഠിക്കുകയാണ്. ഈ അമ്മയും മോനുമാണ് ആ വീട്ടിൽ താമസിച്ചിരുന്നത് വർഷങ്ങളായിട്ട്. അവർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. എന്ത് കാരണം നമുക്കറിയില്ല, എങ്കിലും എന്തെല്ലാം സംഭവിക്കാം. അവർ ചിലപ്പോൾ അവർ കിടപ്പോടെ വിശ്വസിൻ്റെ പേരിൽ ആർക്കെങ്കിലും ഈ ചെറുക്കൻ പറഞ്ഞോ അല്ലെങ്കിൽ അമ്മ പറഞ്ഞോ ഗ്യാരണ്ടി എന്താണ്, ഇപ്പോൾ പോലീസ് അല്ലെങ്കിൽ കേസ് വന്ന് ബാങ്ക് ജപ്തി വരാണെങ്കിൽ അച്ചടി പോലെ പറയാൻ പറ്റുമോ? അതുകൊണ്ട് ആത്മഹത്യ ചെയ്താക്കാം. അല്ലാതെ 100 കാരണങ്ങൾ ഉണ്ടാകുന്നത് നമുക്കെല്ലാം പറയാൻ പറ്റിയ കാരണമല്ല. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ബുദ്ധിയുടെ അംശം വേണ്ടേ? പെരുമാറ്റത്തിന് ഉദ്ദേശപ്പെടുന്ന ആധുനിക മനഃശാസ്ത്രം പറയുന്നു. അപ്പം മനസ്സിലായില്ലേ? അത് ഇതെല്ലാം പറഞ്ഞാൽ പാടില്ല. അതുപോലെ ഒരു രൂപ കൊടുത്ത് 2 രൂപ തരാമെന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കാത്ത എന്താ? നിങ്ങളുടെ തലയിൽ കളിമണ്ണാണോ? ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് പയ്യൻ, നല്ല ഒരു പയ്യൻ 19 വയസ്സ് കാണും, അവർ കിടപ്പോട് കൊടുത്ത് 20 ലക്ഷം രൂപ ഇപ്പം 50 ലക്ഷം രൂപ ജപ്തിയിട്ടേക്കാം. ആരും വിശ്വസിച്ചു. ഞാൻ പറഞ്ഞത് സ്വന്തം ഭാര്യയെ പോലും സ്വന്തം അമ്മയെ പോലും അച്ഛനെ പോലും ഒരു പരിധികളും വിശ്വസിക്കാൻ പറ്റില്ല. ആദ്യമായിട്ട് നമ്മൾ വിശ്വസിക്കുന്നത് നമ്മളെ തന്നെ. ബാക്കി എല്ലാവർക്കും അമ്മയ്ക്ക് അമ്മയുടെ സ്ഥാനം യാതൊരു സംശയമാക്കത്തില്ല, ഭാര്യയ്ക്ക് ഭാര്യയുടെ സ്ഥാനം അതൊന്നും സംശയമില്ല, അച്ഛൻ്റെ സ്ഥാനം എല്ലാം കൂടി ഒരാൾക്ക് കൊടുക്കാൻ പാടില്ല. ഓരോരുത്തരുടെ സ്ഥാനം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നിലനിൽക്കാം. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും അല്ലെങ്കിൽ നോട്ട് കിട്ടിയപ്പോൾ തോന്നില്ലേ 1 രൂപ കൊടുത്ത് 2 രൂപ തുടങ്ങി എങ്ങനെ നമുക്ക് തരാൻ പറ്റും? വേറെ സുഹൃത്ത് 10 ലക്ഷം രൂപ 20 ലക്ഷം രൂപ 50 ലക്ഷം ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇരട്ടിപ്പ് വന്നില്ല. അത് കൂടുതൽ പലിശ ഓഫർ ചെയ്യണം. 36%, 50% പലിശ. 50% പലിശ കൊടുത്താൽ എത്ര പ്രാവശ്യം കൊടുക്കും? പണ്ടിട്ട് മാഞ്ചിയം, ആട് മാഞ്ചിയം, മറ്റേ തേക്കത്തൊക്കെ പറഞ്ഞ് ഒരു തട്ടിപ്പുറത്തുണ്ട്. അതൊക്കെ ഒരു 80, 85, 90 കാലഘട്ടത്തിലാണ്. അതിനുശേഷം ഇപ്പോൾ ഒരുപാട് തട്ടിപ്പാണ്. അപ്പോൾ പറയുന്നത്, നിങ്ങൾ അച്ഛനായാലും നിങ്ങളുടെ ഭാര്യ ആയാലും അമ്മയാണെങ്കിലും കിടപ്പോടും വേറെ ആൾക്ക് വേണ്ടി പണയപ്പെടുത്തരുത്. അത് നിങ്ങൾ മനസ്സിലാക്കാത്ത ഒരു കാര്യം. നിങ്ങൾ 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടി നിങ്ങളുടെ വസ്തു കിടപ്പോടും ജാമ്യം നിന്ന് നിങ്ങൾ 10 ലക്ഷം രൂപ അവർക്ക് വാങ്ങിച്ചു കൊടുത്ത് എന്നിട്ട് അവർ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ വരുന്നുണ്ട്. ഈ 1 ലക്ഷം രൂപ ആസ്വദിക്കാം അല്ലെങ്കിൽ ആശ്വസിക്കാം. ഈ 1 ലക്ഷം രൂപ വാങ്ങിച്ച് നിങ്ങൾക്ക് 9 ലക്ഷം പലിശയും കൂടി അവർ കൊടുക്കണ്ടേ? അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥലമല്ലേ പോകുന്നത്? അത് എത്രത്തെ കേസ് ഈ എറണാകുളം പട്ടണത്തിൽ ഞാനൊക്കെ ഇടപെട്ട എത്ര കേസ് അറിയോ? ഒരു അലക്കുകാരൻ അലക്കാച്ചാൽ ഈ ഹോസ്പിറ്റലിലൊക്കെ തുണി അടുക്കുന്ന അല്ല വിലനില്ല, അലക്ക് തൊഴിലാളിയല്ല, അലക്ക് ചെയ്ത ബിസിനസ്സുകാരൻ അല്ല, ആൾക്ക് ജാതിയല്ല. അയാൾ കിടപ്പോട് കൊടുത്തു 50,000 രൂപ വാങ്ങിച്ച് ബാക്കി 3 ലക്ഷം രൂപ എടുത്ത് അത് ജപ്തി ചെയ്ത് അവസാനം അത് പോയി ഇയാൾ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്യേണ്ടതല്ല, ഹോസ്പിറ്റലിൽ പോയപ്പോഴേക്കും അവിടെ വെച്ച് ടെൻഷൻകാരൻ മരിച്ചു. ആ ഒരു ക്രിസ്ത്യൻ സഹോദരൻ. അങ്ങനെ എല്ലാവർക്കും അവിടെ ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനെ ആർക്കാണ് ജാമ്യം നിൽക്കുന്നത് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അതിലൊക്കെ നിയമം ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം? ഏത് നിയമത്തെയും കണ്ടില്ലേ? ഇപ്പോൾ ദിലീപിൻ്റെ കേസിലേക്ക് മറ്റു പല കേസിലേക്ക് ഏത് നിയമവും മനുഷ്യനിർമ്മിതമാണെങ്കിൽ അത് ഇല്ലാതാക്കാൻ പറ്റും. അത് ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞാൽ നിർത്താം, നീണ്ടുപോകാൻ വേണ്ടി 1/2 മണിക്കൂർ സമയമുള്ളൂ. അതൊന്ന്, ലണ്ടൻ പട്ടണത്തിൽ 4 ലിറ്റർ സൈനൈഡ് സൂക്ഷിച്ചിട്ടുണ്ട്. ഇവിടെ അന്ന് 80 ലക്ഷം ജനങ്ങളാണ് ലണ്ടൻ പട്ടണത്തിൽ. ഞാൻ പറഞ്ഞത് 70 മുമ്പാണ്. അത് 7 പൂട്ടിനകത്ത് വെച്ചത്, 7 പൂട്ടത്ത്. അപ്പോൾ ഈ 4 ലിറ്റർ സൈനൈഡ് കൊണ്ട് 80 ലക്ഷം ജനസംഖ്യയിൽ 40 ലക്ഷത്തെയും കൊല്ലാൻ പറ്റും. ഒന്ന് തൊട്ട് കൊല്ലാൻ പറ്റും. അത്ര ശക്തിയുള്ള സൈനൈഡ്. അതിൻ്റെ രുചി എന്താണെന്ന് ഇതിന് കണ്ടുപിടിച്ചുള്ളതാണ്. കണ്ടുപിടിക്കാൻ നമുക്ക് ആൾ ചത്തു പോകണം. ആ സാധനം 7 പൂട്ട് പൊടിച്ച് കള്ളം കൊണ്ടുപോയത്. അതിനർത്ഥം, അതിൻ്റെ ഫിലോസഫി ഇതാണ്: മനുഷ്യ നിർമ്മിതമാണോ അതുപോലെ മനുഷ്യൻ അത് ഇല്ലാതാക്കാൻ പറ്റും. അതുകൊണ്ട്
ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങയുടെ കാര്യത്തിൽ പെട്ടുപോകരുത് എന്ന് വിനീതമായി അഭ്യർത്ഥിയോട് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം, തീർക്കാൻ പോകണം. ഇലക്ഷൻ തന്നെ എടുക്കാം. അപ്പോൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു കാരണവശാലും കോൺഗ്രസ് പാർട്ടിക്ക് അവിടെ ഭരണം പിടിക്കാൻ സാധിക്കില്ലെന്ന് അവർ മനസ്സിലായില്ലെങ്കിൽ കെ മുരളീധരൻ മഹാമണ്ടൻ. മനസ്സിലായിട്ടും അത് ശ്രമിച്ചെങ്കിൽ മറ്റാരോ സഹായിക്കാൻ വേണ്ടി. അത് ഏതാണ് ശരിയെന്ന് കാലം തെളിയിക്കും. അപ്പോൾ പത്മജയെ വിട്ട് ഇപ്പോൾ അന്തോണിയാണ് ഒരു ഉപദേശകൻ കോൺഗ്രസിൻ്റെ UDFൻ്റെ മകനെ അങ്ങോട്ട് കൊടുത്ത് ജാമ്യം നിർത്തിയേക്കാം, പത്മയെ അങ്ങോട്ട് വിട്ട് മുരളി വിട്ടേക്കാം. ഇവരൊക്കെയാണ് ഇപ്പോൾ കോൺഗ്രസ് നിയന്ത്രിക്കുന്നത്. ഇപ്പോൾ വേറെ അപകടം കൂടി കാണുന്നുണ്ട്. ഇത്രയും കാലം സംഘപരിവാറിനും അല്ലെങ്കിൽ കോൺഗ്രസ് ചെയ്ത് നിന്നില്ല ആൾക്കാരൊക്കെ ഇപ്പോൾ കോൺഗ്രസ് ചെറിയൊരു പച്ച പിടിക്കുന്നു കണ്ടപ്പോൾ ഇങ്ങോട്ടും വരുന്നുണ്ട്. വരെ മാത്രമല്ല അവർക്ക് സീറ്റ് ഉറപ്പാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കൊല്ലം ജില്ലയിൽ തേവലക്കര പറ്റോ 95% മുസ്ലിങ്ങൾ വാർഡാതാണ്. അവിടെ നമ്മൾ കൊല്ലം ജില്ലാ പ്രസിഡന്റ് ഇല്ല, ആ പെണ്ണ് ആ മഹതി NSSന് കാശ് വാങ്ങിച്ച് കൊടുത്തു വേണമല്ലോ, NSന് കൊടുത്ത്. ഇപ്പോൾ ഭയങ്കര പ്രശ്നം, ജില്ലാ കമ്മിറ്റി ഓഫീസ് മുമ്പിലൊക്കെ സമരമൊക്കെയാണ്. എന്താണോ കോൺഗ്രസ്സുകാരെ നിങ്ങൾ ഇനി ഈ ഇങ്ങനെ ചെയ്ത് അനീതി ചെയ്ത് കോൺഗ്രസിൻ്റെ ടിക്കറ്റ് വിതരണം ചെയ്തതിൻ്റെ കണക്ക് CPM എടുക്കാതിരിക്കുമോ? പാമ്പ് അടി കൊള്ളുമ്പോൾ ഒന്നിലും മയങ്ങും. അത് അവർ 10 മണി ശക്തിയിൽ വരും. അതുപോലെ CPMനെ സംബന്ധിച്ച് ഇപ്പോൾ ഇന്നലെ ആ റിസൾട്ട് വന്നപ്പോൾ ഒന്ന് മയങ്ങിയിട്ട് ശരിയാണ്, അവരതിൽ നിന്നൊക്കെ ഉയർത്തി നിൽക്കും. കോൺഗ്രസ് പോലില്ല. അവർ എല്ലാ ലിസ്റ്റ് പറഞ്ഞ് എന്നൊരു സഖാവ് പറഞ്ഞു, ഞങ്ങൾ എല്ലാ ലിസ്റ്റ് എടുക്കും, മുസ്ലിങ്ങൾക്ക് അവരുടെ കണക്കനുസരിച്ച് സീറ്റ് കൊടുത്തിട്ടുണ്ട്. എല്ലാ ജാതിയും നോക്കേണ്ടത്. ഇപ്പോൾ മുസ്ലിങ്ങൾ കോൺഗ്രസ് പിടിച്ചു നിൽക്കുന്നത് ആ മുസ്ലിങ്ങൾ തെറ്റിക്കാൻ വേണ്ടിയാണ്, നന്നാക്കാൻ വേണ്ടിയില്ല. എല്ലാം കണക്കെടുക്കാണ്. കൃത്യമായിട്ട് കണക്കെടുപ്പോൾ നെറ്റ് അടിച്ചാൽ കിട്ടുമല്ലോ, ഒന്ന് ശ്രമിക്കുന്നുള്ളൂ. എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്, എത്ര സീറ്റ് എത്ര ആളെന്നൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവർ ഓരോന്നോരോന്ന് പുറത്തു വിടും. അപ്പോൾ അതൊന്നും വിട്ടാണ് വള്ളി തേവലക്കര കൊല്ലം ജില്ലയിൽ. അപ്പോൾ എന്താണ് നിങ്ങൾ മനസ്സിലാക്കാത്തത്? ഇതൊക്കെ കോൺഗ്രസ്സുകാരുടെ മനസ്സിലാക്കാത്ത. ഇപ്പോഴും നിങ്ങൾ കിട്ടി എന്ന് പറയുന്ന ആർക്കാണ്? കോൺഗ്രസ്സിലല്ലേ? സോറി, കൊല്ലൂർ വിളയാണ്. ഞാൻ ആ സ്ഥലത്ത് പോയിട്ട് 4-ാം കുറ്റി 5-ാം കുറ്റി കഴിഞ്ഞാൽ കൊല്ലൂർ വിള. അടുത്ത 90% മുസ്ലിങ്ങളാണ്. അപ്പോൾ ട്രിവാൻഡ്രം പിന്നെ കൊല്ലം മെയിൻ ഹൈവേയുടെ അടുത്താണ് ഈ കൊല്ലൂർ വിള. അത് NSന് കൊടുത്തു എന്ന് പറഞ്ഞുള്ള പരാതിയുണ്ട്. അപ്പോൾ കോൺഗ്രസ്സുകാർ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ വോട്ടിൻ്റെ പാറ്റേൺ പറഞ്ഞ് കുറേ ദിവസം 100 ഈഴവൻ വന്ന് വോട്ട് ചെയ്താൽ 1 ഈഴവനാണ് കോൺഗ്രസ് കിട്ടുന്നത്. 100 ക്രിസ്ത്യാനി വന്ന് വോട്ട് ചെയ്താൽ 5 ക്രിസ്ത്യാനി കിട്ടുന്നത്. 100 നായർ വന്ന് വോട്ട് ചെയ്താൽ ഒരു വോട്ട് പോലും കിട്ടുന്നില്ല. അത്ര റേഷ്യോ വെച്ച് ദളിത് വന്നാൽ 1 വോട്ടേ കിട്ടുള്ളൂ, മറ്റുള്ള എന്നാൽ 1 വോട്ടേ കിട്ടുള്ളൂ. ബാക്കി വോട്ട് കിട്ടുന്ന മുഴുവൻ ഈ 40%-ൽ 3% പോയാൽ 37% വോട്ട് കിട്ടുന്നതാണ്. എന്നാൽ മുസ്ലിങ്ങളിൽ 100 പേര് വന്ന് മൊത്തം ചെയ്യും 37 മുസ്ലിങ്ങളാണ് UDF കിട്ടുന്നത്. ഒരിക്കൽ കൂടി പറയാം, പണ്ടന്മാരെ കോൺഗ്രസ്സുകളാണ്. എനിക്ക് നിങ്ങളുടെ കൂടെ ഒന്നും ഒരു വാർഡ് മെമ്പർ ആകേണ്ട ആവശ്യമില്ല. സത്യം പറഞ്ഞ് നിൽക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞല്ലോ, സത്യം പറഞ്ഞ് അകന്നു പോകുന്നതിനേക്കാൾ ശരിയല്ല കളവ് പറഞ്ഞ് അടുക്കുന്നത്. ഞങ്ങളുടെ പോളിസിയാണ്. ഇവിടെ പലരും കളവ് പറഞ്ഞ് അടുക്കാണ്, സത്യം പറഞ്ഞ് അകലാണ്, അടുക്കാണ്, സത്യം പറഞ്ഞ് അകലാണ്. ഞങ്ങൾ അങ്ങനെയല്ല. അപ്പോൾ ആ നിലക്ക് നിങ്ങളുടെ വോട്ടിംഗ് പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ 100 ആൾ വന്ന് വോട്ട് ചെയ്യുമ്പോൾ കേരളത്തിലെ ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ 1 ഈഴവൻ്റെ വോട്ടാണ് കോൺഗ്രസ് കിട്ടുള്ളൂ. UDFന് 1 നായർ 100 വോട്ട് ചെയ്യുമ്പോൾ 1 നായർ വോട്ടാണ് UDF കിട്ടുന്നത്. ക്രിസ്ത്യാനിയുടെ വോട്ട് 5 വോട്ട് കിട്ടാറുണ്ട്. ദളിതിന് 1 വോട്ട് കിട്ടുള്ളൂ, ബുക്കുമാർ 1 വോട്ട് കിട്ടുള്ളൂ. ബാക്കി 37 വോട്ട് കിട്ടുന്നത് ആരുടെയോ മുസ്ലിം സമുദായത്തിനാണ്. അത് ലീഗിൻ്റെ ആണെങ്കിലും ആരുടെ ആണെങ്കിലും മൊത്ത സമുദായമാണല്ലോ. ആ ലീഗിൽ ഈ പറയുമ്പോൾ സീറ്റ് ഇപ്പോൾ ലീഗിന് പറയുന്ന കോൺഗ്രസ് നശിക്കാൻ പോവാണ്. ലീഗ് പറഞ്ഞില്ല, അവർക്ക് 5 മന്ത്രിസ്ഥാനം വേണം, പിന്നെ ഒരു ഉപമുഖ്യമന്ത്രി വേണം, ഈ 30 സീറ്റ് വേണമെന്നൊക്കെ. അങ്ങനെ അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ശവപ്പെട്ടിയിലേക്ക് ആണി ഉറച്ചാൽ കോൺഗ്രസിൻ്റെ. ഒരു കാരണവശാലും മുസ്ലിം ലീഗിന് 20 സീറ്റും കൊടുക്കരുത്, 3 മന്ത്രിസ്ഥാനം കൊടുക്കാവുള്ളൂ. ബാക്കി വോട്ട് കിടക്കുന്നത് പുറത്താണ്ടോ. നിങ്ങൾ മുസ്ലിങ്ങൾക്ക് കൊടുക്കണം റേഷ്യോ അനുസരിച്ച്. നിങ്ങൾ 8 മന്ത്രിസ്ഥാനം കൊടുക്കാം, അല്ലെങ്കിൽ 7 കൊടുക്കാം. 7 3 കഴിഞ്ഞ് ബാക്കി 4 മന്ത്രിസ്ഥാനം കോൺഗ്രസ്സുകാരെ മുസ്ലിങ്ങൾക്ക് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് വോട്ട് കിട്ടുമെന്നുണ്ടെങ്കിൽ. ഇനി വേറെ തകർക്കാവുന്ന ഒരു പടിയാൻ പറഞ്ഞുതരാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിണറായി സഖാവും BJP അല്ലെങ്കിൽ മോഡിയായിട്ടുള്ള ഒരു അന്തർധാരയ്ക്ക് വോട്ട് അല്ലെങ്കിൽ അടപ്പാണെങ്കിൽ അവർ ഒരു കളി കളിക്കാൻ പോകുന്നുണ്ട്. ആ കളി എന്നറിയോ?
ഇവിടെ മുസ്ലിം സർവകലാശാല അറബിക് സർവകലാശാല തുടങ്ങാതെ ലീഗുകാരും കോൺഗ്രസ് കൂടി പാവം മുസ്ലിം സമുദായത്തെ പറ്റിച്ചു വഞ്ചിച്ചു കളിയാക്കി. അതിൻ്റെ പരിഹാരമാണ് 2% വോട്ട് മാറിയപ്പോഴാണ് 2 ടേമും ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നു 99 സീറ്റ് കിട്ടിയത്. ഇന്ന് മുഖ്യമന്ത്രി പിണറായിയുടെ ആള് പിണറായി മാറിക്കഴിഞ്ഞ് പിണറായി ആള് മോഡിയായിട്ട് അന്തധാരം എത്തിയിട്ട് മുസ്ലിം സർവകലാശാല അല്ല അറബിക് സർവകലാശാല കേരളത്തിൽ അനുവദിച്ച് പണി കൊടുക്കാൻ ഈ മുസ്ലിങ്ങളൊക്കെ BJPക്കും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കും ഒരു നല്ലൊരു വിഭാഗം മാറും. അങ്ങനെ ഇരുട്ടടി പലതുകൊണ്ട് ഞാൻ സഖാക്കളോട് പറയുന്ന പോലെയല്ല, കോൺഗ്രസ്സുകാരോടും പറയണത്, ഇരുട്ടടി പലതുകൊണ്ട് കേരളത്തിൽ എല്ലാ വഴി അവർ നോക്കും പിടിച്ചു നിൽക്കാൻ വേണ്ടി. ഒരു വഴി ഉപേക്ഷിക്കില്ല. നിങ്ങൾ ഞാൻ പറഞ്ഞ UDF-നേക്കാൾ ശക്തരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും BJPയും. അല്ലെങ്കിൽ കേന്ദ്രത്തിൽ BJP-യേക്കാൾ ശക്തിയൊന്നും അല്ല കേന്ദ്ര കോൺഗ്രസ് നേതാക്കൾ. മണ്ടന്മാർ കേന്ദ്രമാണ്. രാഹുലാണല്ലോ മെയിനായിട്ട്, ഇവരറിയാമല്ലോ. അപ്പം അങ്ങനെ വരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും BJP-യും തമ്മിൽ ഒരു ധാരണ എത്തിയിട്ട് കേരളത്തിൽ അറബിക് സർവകലാശാല തുടങ്ങാം, സഹായിക്കും. ഒരു മെമ്പറായിട്ട് കൊടുത്താൽ മതി മുസ്ലിങ്ങളെ കൊണ്ട്. അതിപ്പോൾ ആരും ചെയ്യില്ല, ഒരു മുസ്ലിം നാമധാരി കൂടെ കൊടുത്താൽ മതി. അത് പ്രധാനമന്ത്രി അനുവദിക്കുകയാണെങ്കിൽ കോൺഗ്രസ്സുകാരെ നിങ്ങൾ അടവൊക്കെ പോവും. അതുകൊണ്ട് വീണ്ടും പറയുന്നു കോൺഗ്രസ് നേതാക്കളോട്, ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് നിങ്ങൾ മറ്റെല്ലാവർക്കും കൊടുക്കും പോലെ മുസ്ലിങ്ങൾക്ക് കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ കാര്യം കട്ടപ്പോകയാണ്. ഈ കിളികൊള്ളൂർ പോലുള്ള സ്ഥലത്തൊക്കെ സിന്ധു സൂര്യമാല ആ കൊല്ലത്തെ GDC പ്രസിഡന്റാണല്ലോ. ഒരിക്കലും ജയിക്കുന്നില്ലല്ലോ. കാരണം ഇങ്ങനെയല്ലേ പിന്നെ ജയിക്കണേ. പണ്ട് കൊല്ലത്ത് കുഴപ്പമുണ്ടായത് പത്മകുമാർ കോൺഗ്രസ് നേതാവ്, പിന്നെ മുസ്ലിം ലീഗിൻ്റെ നേതാവ് ഇന്റർനാഷണലിലെ ഉവൈസ് യൂനുസ് കുഞ്ഞ്, ഇവർ തമ്മിൽ എവിടെ മത്സരിക്കുകയാലും കൊല്ലം ജില്ലയിൽ ജയിക്കില്ല. പരസ്പരം മുസ്ലിം കാലുവരും അവിടെ ഈഴനും കാലുവരും. അങ്ങനെ നശിച്ച് താറിയപ്പോഴാണ് യൂനുസ് കുഞ്ഞിനെ മലപ്പുറത്ത് കൊണ്ടുപോയിട്ടുണ്ട്. അവിടുന്ന് PKK ബാവയെ കൊണ്ട് കൊല്ലത്ത് വിട്ട് PKK ബാവ ജയിക്കുകയും ചെയ്ത് അന്ന് PW മന്ത്രിയായി. നല്ല ഭരണമായതുകൊണ്ട് അവർ ഇങ്ങനെ നിങ്ങൾ കാലുവരും. അപ്പം നിങ്ങൾ കാല് വരുമ്പോൾ പിന്നെ അവർ ചെയ്യില്ലേ കിടത്തിട്ട്. ഇത് പത്മരാജൻ കോൺഗ്രസിൻ്റെ ആള്, വലിയ നേതാവാണ്. അദ്ദേഹം കൊല്ലത്ത് മത്സരിക്കും, അപ്പുറത്ത് വാർഡിൽ യൂണിസ് മത്സരിക്കും. യൂണിസ് കോടീശാണ്, തെണ്ടിയുടെ ആളാണ്. അവസാനം വലിയ വടക്കാരനായി. പത്മരാജൻ്റെ സ്വത്തിരിക്കാൻ മോശമാവില്ല. അവർ പരസ്പരം കാല് വരും. അവർ ജയിക്കുന്ന കാല് വരുന്ന വെച്ചിട്ട് ഈഴം കാല് വരും, മുസ്ലിം കാല് വരുന്ന വെച്ചാൽ ഈഴം ചെയ്യുമ്പോൾ ഈഴം കാല് വരുന്ന വെച്ചാൽ മുസ്ലിങ്ങൾ ചെയ്യും. രണ്ടും ചെയ്യുന്നതായിട്ട് രണ്ടും ജയിക്കാറില്ല. അങ്ങനെ തോറ്റപ്പോഴാണ് അത് ഏതുപോലെ ഞാൻ നിർത്തിയേക്കാം. ഈ നമ്പൂതിരിയുടെ വീട്ടിൽ മാറാല വന്നു, പുലേൻ്റെ വീട്ടിൽ പനിയും വന്നു. പനി വന്നിട്ട് പുലയും മുറിച്ചൂരി കിടക്കുക, പോലെ തോപ്പെടുത്ത് നേരെ വിളിക്കുമ്പോൾ വാക്കത്തി എഴുതി പഠിക്കുമോ. നമ്പൂരി പിന്നെ വെറുതെ ഇരിക്കുക, നമ്പൂരി മാറാല സമ്മതിക്കുമോ, മാറാ തുടച്ചു. അങ്ങനെ മാറാല് പനിയും കൂടി ധാരണ എത്തി. നമ്പൂരിയുടെ വീട്ടിൽ പനിയെല്ലാം, പുലേൻ്റെ വീട്ടിൽ മാറാലെല്ലാം. പുലേൻ്റെ വീട്ടിൽ മാറാലെന്ന് വെച്ചാൽ രാവിലെ എഴുന്നേറ്റ് പുലയെ മാറാലടിക്കുക മണിക്കുമല്ലേ. നമ്പൂരിക്ക് പനി വന്ന പിന്നെ മൂടി പോയി കിടപ്പായി. അങ്ങനെ രണ്ട് വിജയിച്ച പോലെ ഈ 2 കള്ളന്മാർ, യൂനുസ് കുഞ്ഞെന്ന് മരിച്ചാളാണ്, രണ്ടുപേരും മരിച്ച്, 2 കള്ളന്മാരെ കൊണ്ട് മാറ്റിയിട്ട് യൂനുസ് കുഞ്ഞ കൊല്ലത്തിട്ട് അവിടുന്ന് PK ബാവയെ കൊണ്ടിട്ട് കൊല്ലത്ത് 2 പേര് ജയിച്ചു. യൂനുസ് അങ്ങനെ ജയിച്ചു ആദ്യമായിട്ട്, പിന്നെ ജയിച്ചില്ല. ഇതാണ് അവസ്ഥ. അപ്പം ഇതുപോലെ കളി കളിക്കില്ലെന്ന് കോൺഗ്രസ് നേതാക്കളോട് വേദമായി അഭ്യർത്ഥിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിൽക്കും. ഒരായി നന്ദി. ജയ് ഹിന്ദ്.